ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പം നാളെ ഞങ്ങൾക്ക് 3 കല്യാണത്തിന് പോകാനുണ്ട്. നമ്മളും അവരും തമ്മിൽ നടന്ന ഇടപാടിൻ്റെ കണക്കൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് എൻ്റെ പുള്ളിക്കാരൻ എന്നെ ഏൽപ്പിച്ചിരിക്കുക കേട്ടോ. ഞാൻ ഈ വീട്ടിൽ വരുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ഹൗസ് വാമിങ് കഴിഞ്ഞതാണ്. പിന്നെ ഞങ്ങളുടെ കല്യാണം അത് 2011-ലായിരുന്നു. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ ക്ഷണിക്കുന്ന ആളുകൾ പരിപാടിക്ക് വരും. ചെറിയ ചെറിയ കവറിൽ അവർക്ക് സാധിക്കുന്ന തുക നമുക്ക് കവറിലിട്ട് തരും. നമ്മളത് എഴുതി സൂക്ഷിക്കുന്നതും നമ്മുടെ അടുത്ത ബന്ധുക്കളെല്ലാവരും കൂടി ചേർന്ന് ആ പൈസ എണ്ണി തിട്ടപ്പെടുത്തി ഒരു ബുക്കിലൊക്കെ എഴുതി ഇങ്ങനെ നമുക്ക് എഴുതി തരുന്നതൊക്കെ ഒരു വലിയ ചടങ്ങാണ് കേട്ടോ ഇവിടെ. അപ്പം നമ്മൾ വളരെ സാമ്പത്തികമായിട്ട് വളരെ ടൈറ്റായിരിക്കുന്ന സമയമാണ് നമ്മുടെ വീട് കൂടൽ, അതുപോലെ നമ്മുടെ കല്യാണം എന്നൊക്കെ പറയുന്നത്. ആ സമയത്ത് ഒരു ചെറിയ തുകയാണെങ്കിലും പലതുള്ളി പെരുവെള്ളം എന്ന് പറയും പോലെ നമുക്ക് ഈ ഇങ്ങനെ കിട്ടുന്ന തുകയൊക്കെ വലിയൊരു ആശ്വാസമാണ് കേട്ടോ. അപ്പം നമ്മളത് അവരുടെ വീട്ടിലൊരു പരിപാടി നടക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ ഫംഗ്ഷനൊക്കെ നമ്മൾ അവർ തന്ന സംഖ്യകളും കുറച്ചുകൂടെ സംഖ്യയൊക്കെ കൂട്ടിയിട്ട് നമ്മൾ കൊടുക്കും. അപ്പം ഈ സമയത്ത് നമ്മൾ ബുക്കൊക്കെ പരിശോധിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും, ദൈവമേ അവർ തന്ന ചെറിയ തുകയായിരിക്കണേന്ന്. കാരണം അതൊരു നമ്മുടെ സ്വാർത്ഥതയാണ്. ആ സമയത്ത് നമുക്ക് 2, 3, 4 കല്യാണമൊക്കെ ഉണ്ടാവും. അപ്പം നമ്മുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടതല്ലെങ്കിൽ നമ്മൾ അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കും. നമ്മൾ സാധാരണ മനുഷ്യരല്ലേ, സ്വാർത്ഥതയില്ലാത്ത മനുഷ്യരുണ്ടാവും. അപ്പോൾ എന്തായാലും ഇതൊക്കെ മലബാറിൽ സാധാരണമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ ഈ പരിപാടിയൊക്കെ ഉണ്ട്. നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. പണ്ട് ഇതേപോലെ ഒരു പരിപാടിയാണ് കുറിക്കല്യാണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കൊച്ചിക്കോയൊക്കെ കൊഴിച്ച് കൊടുക്കുന്നതൊക്കെ ആ സമയത്ത് ആൾക്കാർ വരുന്നതും പൈസ തരുന്നതൊക്കെ ഒരു ചടങ്ങൊക്കെ തന്നെയായിരുന്നു. അതും ഒരു ഫംഗ്ഷൻ ആയിരുന്നു. നിങ്ങളുടെ നാട്ടിൽ അങ്ങനെ എന്തെങ്കിലും പരിപാടികളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ബൈ, സീ യു.